ഡൽഹി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് വൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുകയാണ്. പാവപ്പെട്ട കുടുംബത്തിലെ അംഗത്തിന് പ്രതിവർഷം 1 ലക്ഷം രൂപ ധനസഹായം, കേന്ദ്ര സർക്കാർ ജോലിയിൽ സ്ത്രീകൾക്ക് 50% സംവരണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ധൂലെയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് പ്രഖ്യാപനം നടത്തിയത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രഖ്യാപനം. പങ്കാളിത്ത നീതി, കർഷക നീതി, യുവജന നീതി എന്നിവ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല. ഞങ്ങൾ അവ ഉറപ്പാക്കും. 1926 മുതൽ ഇതുവരെയുള്ള ഞങ്ങളുടെ റെക്കോർഡാണിത്. എതിരാളികൾ ജനിച്ചിട്ട് പോലുമില്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയതായും ആ പ്രഖ്യാപനങ്ങൾ നിറവേറ്റിയെന്നും ഖാർഗെ പറഞ്ഞു. നാരി ന്യായ് ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തുവിട്ടത്. മഹാലക്ഷ്മി, ആദി ആബാദി പൂരാ ഹക്ക്, ശക്തി കാ സമാൻ, അധികാർ മൈത്രി, സാവിത്രിഭായ് ഫൂലെ ഹോസ്റ്റൽ സ്കീം എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളെക്കുറിച്ച് റാലിയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണം അവരുടെ ദുരിതം വർദ്ധിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ സഹായം നൽകുന്നതാണ് മഹാലക്ഷ്മി പദ്ധതി. ആദി അംബാദി പുര ഖാലി സർക്കാർ ജോലിയിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തും. അങ്കണവാടി ആശാവർക്കർമാർക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഇരട്ടിയാക്കും. അധികാർ മൈത്രിയുടെ കീഴിൽ സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും ആവശ്യമായ സഹായം നൽകുന്നതിനുമായി എല്ലാ പഞ്ചായത്തുകളിലും അധികാര മൈത്രിയുടെ രൂപത്തിൽ ഒരു പാരാ ലീഗൽ അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റന്റിനെ നിയമിക്കും. കൂടാതെ രാജ്യത്തുടനീളമുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രം ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലെങ്കിലും ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഇവയുടെ എണ്ണം ഇരട്ടിയാക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി.